ഓരോ നഗരത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. കൊൽക്കത്ത നഗരത്തോടൊപ്പം സഞ്ചരിച്ച ഒരു ടാക്സിയാണ് ഈ മഞ്ഞ അംബാസിഡർ. ഈ നഗരത്തിൻ്റെ പുരാതന കഥകളുടെ ഒരു സിഗ്നേച്ചർ. ഈ മഞ്ഞ ടാക്സികൾ 1908 മുതലാണ് കൊൽക്കത്ത നഗരത്തിൽ ആദ്യമായി വരുന്നത്. അംബാസിഡർ എന്ന ഈ കാറിൻ്റെ കമ്പനി ഇതിൻ്റെ ഉൽപ്പാദനം നിർത്തിയപ്പോൾ പോലും ഇന്നും ആ പഴമയെ നിലനിർത്തുന്നുണ്ട് കൊൽക്കത്തയിലെ ടാക്സി ഡ്രൈവർമാർ. ഈ കൊൽക്കത്ത നഗരത്തിൻ്റെ ഭംഗിയും ഈ പുരാതനമായ നൊസ്റ്റാൾജിക് ഫീല് തന്നെയാണ്. അങ്ങനെ നമ്മൾ കൊൽക്കത്തയുടെ സ്വന്തം യെല്ലോ ടാക്സി നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. കൊൽക്കത്ത ഓൾഡ് മാർക്കറ്റിൽ നിന്ന് ഹൗറ ബ്രിഡ്ജിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിൻറ്റേജ്, ഒരു നൊസ്റ്റാൾജിക് ഫീല് വരികയാണ്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി പറയാം. കൊൽക്കത്തയിൽ വന്ന ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക ഈ യെല്ലോ ടാക്സി ആയിരിക്കും. എനിക്കെന്തോ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ യെല്ലോ ടാക്സി. അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് കൊണ്ടുപോവാണ്. അപ്പോൾ ഹൗറ. भाई क्या नाम है? मोहम्मद जसीम। मोहम्मद जसीम, कितना एक्सपीरियंस इन दिस येलो टैक्सी? हम 35 ईयर से एक्सपीरियंस को इसको जानते हैं। 35 ईयर से इनको येलो टैक्सी ही हम चला रहे हैं और इसके अलावा कोई गाड़ी नहीं चलाए हैं। हमको इसके बारे में बहुत एक्सपीरियंस है, बहुत सा जानते हैं पार्ट्स के बारे में, बहुत सा मैकेनिकल के बारे में जानते हैं। ये बाहर से ऐसी नहीं है? जी नहीं, ये तो गवर्नमेंट सर है, इसको कभी अलाउ नहीं किया है येलो टैक्सी का। कभी अलाउ नहीं है गवर्नमेंट? नहीं, शुरू से ही इसका अदर गाड़ी में ओनली यही गाड़ी है? ओनली यही गाड़ी में एसी का अलाउ नहीं है, आदर्श गाड़ी में अलाउ है। और सिर्फ येलो गाड़ी का शुरू से, जब से येलो गाड़ी तैयार हुआ है, चला है, उस वक्त से नहीं दिया है इनको गवर्नमेंट। ओके, ठीक है. കൊൽക്കത്ത നഗരത്തിന്റെ പൗരാണികതയുടെ കഥ പറയുന്ന ടാക്സി കാറുകളാണ് ഈ മഞ്ഞ അംബാസിഡർ കാറുകൾ. രാഷ്ട്രപതിമാർ മുതൽ പ്രധാനമന്ത്രിമാർ വരെ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ റോഡുകളിലെ രാജാവ് എന്ന വിശേഷണമുള്ള അംബാസിഡർ കാറുകൾ സാധാരണ റോഡുകളിൽ ഇപ്പോൾ കാണാറില്ലെങ്കിലും കൊൽക്കത്ത നഗരത്തിൽ ഇതൊരു നിത്യകാഴ്ചയും നയന മനോഹര കാഴ്ചയുമാണ്. പശ്ചിമ ബംഗാളിലെ ഉത്തർപാരയിലെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ യൂണിറ്റിൽ 1957 അംബാസിഡർ കാർ പിറവിയെടുക്കുന്നത്. ഈ അംബാസിഡർ കാറുകൾ അവിടെ പിറവിയെടുത്തപ്പോൾ തന്നെ കൊൽക്കത്ത നഗരം അതിനെ ജനസ്വീകാര്യമാക്കി മാറ്റി. 1980 വരെ കാർ വിപണിയിൽ പകരക്കാരനില്ലാതെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വാണിരുന്ന കാലഘട്ടത്തിന് അന്ത്യം കുറിക്കുന്നത് മാരുതി കാറുകളുടെ കടന്നുവരവോടുകൂടിയാണ്. പരമ്പരാഗത രീതിയിൽ മാറ്റം കൊണ്ടുവരാത്തതും കൂടുതൽ അപ്ഡേഷനുകൾ കൈവരിക്കാത്തതും അംബാസിഡറിനെ പിറകോട്ടടിപ്പിച്ചു. പുത്തൻ മോഡലുകളിൽ പുതിയ സാങ്കേതിക വിദ്യയോടെ പുതിയ കമ്പനികൾ രംഗപ്രവേശനം ചെയ്തതോടെ അംബാസിഡറിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. 2014 യൂണിറ്റ് അടച്ചുപൂട്ടി. കമ്പനി നിർമ്മാണം എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടും പല കാർ ഉടമകളും പിടിച്ചു നിന്നു. കോവിഡിന് മുൻപ് വരെ 18,000-ഓളം മഞ്ഞ ടാക്സികൾ കൊൽക്കത്ത നഗരത്തിൽ ഉണ്ടായിരുന്നു അത്രേ. കോവിഡിന് ശേഷം ഇത് 7,500 ചുരുങ്ങി. നഗരത്തിലെ ഓട്ടപ്രദക്ഷിണത്തിൽ ഇന്നും ഗരിമയോടെ ഓടുന്നുണ്ട് ഈ മഞ്ഞ ടാക്സികൾ. എന്നാൽ പുതിയ കാലത്തിന്റെ അപ്ഡേഷനുകൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഈ വർഷത്തോടെ അഥവാ 2025 മാർച്ചോടുകൂടി മഞ്ഞ ടാക്സികൾ എന്ന പുരാതന ടാക്സി സിസ്റ്റത്തിന് എന്നേക്കുമായി അറുതിയാവാൻ പോവുകയാണ്. ഒലയും ഉബറും തുടങ്ങി ടാക്സി സംവിധാനങ്ങൾ പ്രത്യേക ആപ്പുകൾ വഴിയും അല്ലാതെയും മികച്ച സേവനങ്ങൾ നൽകുമ്പോൾ മഞ്ഞ ടാക്സികൾക്ക് അവ നൽകാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് വീഴ്ച. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു നഗ്ന സത്യം കൂടി പറയട്ടെ.
ഇത്തരം ടാക്സികളിൽ എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത്. കനത്ത ചൂടിലും പെരുമഴയിലും ഇത്തരം ടാക്സികളിലൂടെയുള്ള യാത്ര ഏറെ ക്ലേശകരം തന്നെയാണ്. 2025 മാർച്ചോടെ അവശേഷിക്കുന്ന 7500 കാറുകളും നഗരത്തിലെ റോഡുകളിൽ നിന്നും അന്യമാവുകയാണ്. വർദ്ധിച്ചു വരുന്ന ഇന്ധനക്ഷമത, പഴയ കാറുകളിൽ നിന്നും ഉയരുന്ന കറുത്ത പുകകൾ, നഗരത്തിന്റെ പൊല്യൂഷൻ, സ്പെയർ പാർട്സുകളുടെ ദൗർലഭ്യം തുടങ്ങിയവയൊക്കെയാണ് കാറുകൾ പിൻവലിക്കാൻ ഉടമകളെയും സർക്കാരിനെയും ഒരുപോലെ പ്രേരിപ്പിക്കുന്നത്. ലണ്ടൻ നഗരത്തിന്റെ മാതൃകയിലായിരുന്നു കൊൽക്കത്ത നഗരത്തിലെയും ടാക്സി സർവീസുകളും ആരംഭിച്ചിരുന്നത്. ചില രേഖകൾ പ്രകാരം 1908 മുതൽ നഗരത്തിൽ ടാക്സികൾ വന്നിരുന്നു എന്നതാണ്. ആദ്യകാലത്ത് മഞ്ഞയും കറുപ്പും ചേർന്ന ടാക്സികളായിരുന്നു. പിന്നീടത് മഞ്ഞയിലേക്ക് മാത്രം ഒതുങ്ങി. അവശേഷിക്കുന്ന അംബാസഡർ കാറുകളും ഇന്ത്യൻ റോഡുകളിൽ നിന്നും അപ്രത്യക്ഷമാകുമെങ്കിലും ഫ്രഞ്ച് കമ്പനിയായ പ്യൂഷെ അവ പുനർ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് കേൾക്കുന്നത്. ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ എന്ന ബ്രാൻഡ് ഫ്രഞ്ച് കമ്പനിയായ പ്യൂഷെക്ക് കൈമാറിയത് വെറും 80 കോടി രൂപയ്ക്കാണ്. വാഹന നിർമ്മാതാക്കളായ പ്യൂഷെ അംബാസഡറിനെ വീണ്ടും ഇന്ത്യൻ നിരത്തുകളിൽ എത്തിക്കുമോ എന്നാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇറക്കുന്ന കാറിന് അംബാസഡർ എന്ന പേര് ഉപയോഗിക്കുമോ എന്ന കാര്യവും വ്യക്തമല്ല. ഏതായാലും പുതിയ ഗെറ്റപ്പിൽ വരുന്ന അംബാസഡറിനെയോ മറ്റൊരു ആധുനിക മോഡലിനെയോ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിലും കൊൽക്കത്ത നഗരവീഥികളിലൂടെ ഈ പഴഞ്ചൻ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മഹാനഗരം സമ്മാനിക്കുന്ന പൗരാണികത ഏതൊരു യാത്രികനെയും പഴയ നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്ന് തന്നെയാണ്. അത് വേറെ ഒരു തരം ഹരമാണ്. സത്യം പറഞ്ഞാല് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു യെല്ലോ ടാക്സിൽ അംബാസഡറിൽ യാത്ര ചെയ്യാന്നുള്ളത്. അത് നല്ലൊരു ഫീൽ തന്നെയാണ് ഈ കൊൽക്കത്തയുടെ പഴമയുടെ പ്രതാപത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റ പ്രശ്നം എന്താന്ന് വെച്ചാല്, പുള്ളി പറഞ്ഞത് പ്രകാരം ഈ കൊൽക്കത്ത നഗരത്തില് ഒരു യെല്ലോ കാറിനകത്തും AC ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൂടിങ്ങനെ ചുട്ടു പൊള്ളും. അത് നമ്മള് പ്രത്യേകിച്ച് ഈ ഒരു സീസൺ നല്ല ചൂടിന്റെ ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമുക്കൊക്കെ ഉണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് വേർപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സി ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുള്ളത് കൊൽക്കത്ത നഗരത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വർഷങ്ങളായി ഈ ടാക്സി സർവീസ് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളത് കൊൽക്കത്ത നഗരത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം.